നമസ്കാരം. നിങ്ങൾ BS6 വണ്ടി ഉപയോഗിക്കുന്ന ആളാണോ? അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിലോ കൂട്ടുകാരോ പരിചയക്കാരോ ആരെങ്കിലും BS6 വണ്ടി ഉപയോഗിക്കുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ട് ഈ ഒരു വീഡിയോ ഒന്ന് മുഴുവനായിട്ട് കാണുക. വളരെ ചെറിയൊരു വീഡിയോ ആണ്. വളരെയേറെ ഗുണം നിങ്ങൾക്ക് കിട്ടുന്ന ഒരു വീഡിയോ കൂടിയാണ്. എൻ്റെ പേര് വിനോദ്. ഞാൻ കണ്ണൂർ ജില്ലയിലെ മട്ടന്നൂർ സ്വദേശിയാണ്. ഞാൻ ഉപയോഗിക്കുന്ന വണ്ടി ടാറ്റ സഫാരിയാണ്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ ഞാൻ ലോങ് യാത്രകൾ ചെയ്യാറുണ്ട്. അപ്പോൾ അങ്ങനെ ചെയ്യുന്ന സമയത്ത് റോഡ് സൈഡിലെല്ലാം ഡഫ് വിൽപ്പനയ്ക്ക് വെച്ച് കണ്ടിട്ടുണ്ട്. ടാറ്റേൻ്റെ ഡഫ്, ഇതിപ്പോൾ ടാറ്റേൻ്റെ വണ്ടിയാണല്ലോ. ടാറ്റേൻ്റെ ഡഫ് എന്നെല്ലാം വെച്ചിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. അതല്ലാതെ പല കമ്പനിയും ഡഫ് വെച്ച് വിൽക്കുന്നുണ്ട്. അപ്പോൾ അത് വില വളരെ കുറവാണ്. വളരെ കുറവെന്നുണ്ടെങ്കിൽ വളരെ കുറവാണ്. ഇപ്പോൾ ഇതിൽ ഒഴിക്കുന്ന ഡഫിനെക്കാളും പകുതി പൈസയേ ഉള്ളൂ. അപ്പോൾ നമുക്കൊരു പക്ഷേ നമുക്ക് തോന്നും അങ്ങനെ വില കുറവുണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും ഡഫല്ലേ, അതിനെ പറ്റിയിട്ട് എനിക്കൊന്നും വലിയ അറിവൊന്നുമില്ലായിരുന്നു. അപ്പോൾ ഇത് അടിച്ചാലോ എന്നുള്ള ഇത് നമ്മൾ ചിന്തിക്കാറുണ്ട്. എല്ലാ പ്രാവശ്യവും യാത്ര പോകുന്ന സമയത്ത് ഡഫ് വണ്ടി ഉള്ളതുകൊണ്ട് എനിക്ക് അതിനെ പറ്റിയിട്ട് എന്താ അടിക്കേണ്ടതിനെ പറ്റിയിട്ട് ഞാൻ പിന്നീട് അങ്ങനെ അടിക്കേണ്ട ഒരു ആവശ്യം വന്നിട്ടില്ല. അപ്പോൾ ഇതിൻ്റെ ടാറ്റ സഫാരീൻ്റെ ഡഫിൻ്റെ ടാങ്കിൻ്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത് 15 ലിറ്ററാണ്. 15 ലിറ്റർ ഡഫ് നിറച്ച് കഴിഞ്ഞെങ്കിൽ ഏകദേശം ഒരു 7500 കിലോമീറ്റർ നമുക്ക് മിനിമം ഓടിക്കാൻ പറ്റും. പിന്നെ അപ്പോൾ അതിന് വരുന്ന വില 15 ലിറ്ററിന് വരുന്ന വില എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു 1500 രൂപ 1600 രൂപ എങ്ങാൻ വരുന്നുണ്ടാവും ഇത് പിന്നെ 15 ലിറ്റർ നിറയ്ക്കുന്നതിന്. അപ്പോൾ തൽക്കാലത്തേക്ക് അതായത് ചിലപ്പോൾ 500 രൂപയ്ക്കോ 600 രൂപയ്ക്കോ നമുക്ക് വേണമെങ്കിൽ എന്ത് കിട്ടും, ഈ പറയുന്ന ഡഫ് ചെറിയ പൈസക്കുള്ള കിട്ടും. അത് അടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വണ്ടിക്ക് വരുന്ന പണി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഇഞ്ചക്ടർ, അതായത് പരിസര മലിനീകരണം കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്, പുക മലിനീകരണം കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഡഫ് ഉപയോഗിച്ചിട്ടുള്ള വണ്ടികൾ നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ പിന്നെ അത് സർക്കാരിൻ്റെ പുതിയ നിയമപ്രകാരമായിട്ടാണ് ആ ഒരു രീതിയിലേക്ക് വണ്ടി പിന്നെ മാറിയിട്ടുള്ളത്. അപ്പോൾ എന്താ സംഭവിക്കുന്നതെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഇഞ്ചക്ടർ അത്രയും സെൻസിറ്റീവായിട്ടൊരു സാധനമാണ്. ലോക്കൽ ഡഫ് നമ്മൾ വാങ്ങിയിട്ട് പിന്നെ ഒഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന് പണി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വരുന്ന എമൗണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 50,000-ൻ്റെയും 1,00,000-ൻ്റെയും ഇടയിലുള്ളൊരു എമൗണ്ട് വരും. അത് മിനിമം നിങ്ങൾ കണക്കൂട്ടിക്കൊള്ളൂ, ഒരു 75,000 രൂപ വരും എന്നുള്ളത്. അപ്പോൾ അത്രയും പൈസ നമുക്ക് എന്താണ് സേവ് ചെയ്യാൻ പറ്റും ഈ രീതിയിൽ നമ്മൾ ഡഫ് കുറഞ്ഞ വിലക്കുള്ളത് വാങ്ങി അടിക്കാതിരുന്നാൽ. കാരണം എന്താണെങ്കിൽ ഞാനിതിൻ്റെ കുറച്ച് ആളുകളായിട്ട് സംസാരിച്ച സമയത്ത് പിന്നെ ടാറ്റേൻ്റെ അല്ല, കുറച്ച് ടാറ്റ വണ്ടികൾ ഉപയോഗിക്കുന്ന ആൾക്കാരുടെ സംസാരിച്ച സമയത്ത് അല്ലെങ്കിൽ ഡഫ് ഉപയോഗിക്കുന്ന ആൾക്കാരുടെ സംസാരിക്കുന്ന സമയത്ത് അവർ റോഡ് സൈഡിൽ വെച്ച് വിൽക്കുന്നത് അത് വലിയ വണ്ടികൾക്ക് ഓക്കെ ആയിരിക്കും. പക്ഷേ ചെറിയ വണ്ടികൾക്ക് ഒരു കാരണവശാലും അത് പിന്നെ റോഡ് സൈഡിൽ വെച്ച് വിൽക്കുന്ന അങ്ങനെയുള്ള ഡഫുകൾ ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ള കാര്യം കമ്പനിയിൽ നിന്ന് ഞങ്ങൾക്ക് പിന്നെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ തന്നിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഞാനിപ്പോൾ ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത്. അതുമാത്രമല്ല എൻ്റെ വണ്ടി 90,000 കിലോമീറ്റർ ഇപ്പോൾ ഓടിക്കഴിഞ്ഞ വണ്ടിയാണ്. അപ്പോൾ ഞാൻ അതെല്ലാം കറക്റ്റായിട്ട് നോക്കിയത് കൊണ്ടാണ് എനിക്കൊന്നും ഇതേവരെ വണ്ടിക്ക് അങ്ങനത്തെ ഒരു കംപ്ലൈൻറ്റോ കാര്യങ്ങളോ ഒന്നും വരാത്തത്. പക്ഷേ അങ്ങനെയുള്ള കംപ്ലൈൻറ്റുകളുള്ള വണ്ടി വരുന്നുണ്ട്. ഡഫിൻ്റെ കാര്യം ശ്രദ്ധിക്കാത്തതുകൊണ്ടാണ്. അപ്പോൾ നിങ്ങളെ കൂട്ടത്തിലുള്ള ആൾക്കാർക്ക് ആർക്കെങ്കിലും ഇത് ഉപകാരപ്പെടുകയാണെങ്കിൽ നിങ്ങളൊന്നും അവരോടൊന്ന് പറഞ്ഞു കൊടുക്കണം, ഇങ്ങനെ ചെയ്യരുത്. പ്രീമിയം ഡഫ് തന്നെ, അതായത് വില കൂടുന്നതിനനുസരിച്ച് പ്രൊഡക്റ്റിന് ക്വാളിറ്റി ഉണ്ടാവും എന്നുള്ള കാര്യം എന്തായാലും നിങ്ങൾക്ക് അറിയാലോ. അപ്പോൾ അതുകൊണ്ട് ആ ഡഫ് തന്നെ വാങ്ങി ഉപയോഗിക്കുക. വണ്ടിക്ക് വലിയൊരു പൈസ ചിലവാകുന്നതെന്ന് സുഖസുന്ദരമായിട്ട് നമുക്ക് ഒഴിവായി പിന്നെ കിട്ടും കൂടി ചെയ്യും. അതുകൊണ്ട് BS6 വണ്ടികൾ ഉപയോഗിക്കുന്ന ആളുകൾ നിങ്ങൾ ഏത് വണ്ടിയാണോ ഉപയോഗിക്കുന്നത് ആ ഇതിൻ്റെ ഷോറൂമിൽ നിന്ന് അല്ലെങ്കിൽ സർവീസ് സെൻറ്ററിൽ നിന്ന് അവർ നിർദ്ദേശിക്കുന്ന ഡഫ് തന്നെ ഉപയോഗിക്കുക. ഇപ്പം ഞാൻ ടാറ്റേൻ്റെ പിന്നെ ഡഫാണ് പിന്നെ വണ്ടിയാണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് ടാറ്റ കമ്പനി നിർദ്ദേശിക്കുന്ന അവർ സർവീസിന് പോകുന്ന സമയത്ത് അവിടെ നിന്നുള്ള ഡഫ് വാങ്ങിയിട്ടാണ് ഞാൻ ഇത് നിറയ്ക്കുന്നത്. അതുപോലെ തന്നെ ഏത് വണ്ടിയാണ് നിങ്ങൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ആ കമ്പനി പറയുന്ന ഡഫ് വാങ്ങിയിട്ട് നിറയ്ക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഓക്കെ, നമസ്കാരം.